So പ്രീവിയസ് ക്ലാസ്സിന് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ അകത്ത് 8 ഗോൾസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. 8 ഗോൾസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പിന്നെ ലാസ്റ്റ് ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ സമയത്ത് ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിക്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആണ്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ ഗോൾസ് ആണ്. അതായത് ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്ലോബൽ ഗോൾസ് ആണ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻ്റർനാഷണലി അല്ലെങ്കിൽ ഗ്ലോബലി അക്സെപ്റ്റഡ് ഗോൾസ് ആണ് ഈ SDG എന്ന് പറയുന്നത്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. സോ ഇതിൽ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൽ നമ്മൾ 8 ഗോൾസാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ അകത്ത് നമ്മൾ 8 ഗോൾസാണ് പഠിച്ചിട്ടുണ്ടായത്. സോ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ 17 ഗോൾസ് ഉണ്ട്. നമുക്ക് അച്ചീവ് ചെയ്യേണ്ട 17 ഗോൾസ് ഇതിലുണ്ട്. സോ ഇത് ഈ SDG അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇയർ 2015 സെപ്റ്റംബർ ആയിരുന്നു. അതായത് സെപ്റ്റംബർ 2015 യുണൈറ്റഡ് നേഷനിൽ വെച്ചാണ് ഈ ഒരു പറഞ്ഞ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഇൻട്രഡക്ഷൻ ഉണ്ടായത്. ദാറ്റ് വാസ് ഒരു അസംബ്ലി, യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി ഹെൽഡ് ചെയ്തത് ഈ 2015 ഇയറിലായിരുന്നു. ആൻഡ് ദിസ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഒരു ടാർഗറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 2030 ആണ്. 2030 ആണ്. സോ ബേസിക്കലി ഈ SDGനെ പറ്റി നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് പോയിന്റ് അതിൽ 17 ഗോൾസ് അല്ലെങ്കിൽ 17 ഗോൾസ് ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് ഗോൾസ് വാസ് സെറ്റ് ബൈ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിലായിരുന്നു ഈ ഗോൾ സെറ്റ് ചെയ്തത്. ആ സെറ്റ് ചെയ്ത ഇയർ 2015 ആണ്. ആൻഡ് ദിസ് വാസ് ഫോർ ദ ഇയർ 2030. അപ്പോൾ 3 കാര്യങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ്, ഇതിൽ എത്ര ഗോൾസ് ഉണ്ട്, ഈ SDG എന്ന് പറയുന്നതിൽ എത്ര ഗോൾസ് ഉണ്ട്, അത് എവിടെ വെച്ച് നടന്നു. യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയിലായിരുന്നു ഈ 17 ഗോൾസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ഏത് ഇയർ? 2015. ആൻഡ് അതിൻ്റെ ടാർഗറ്റ് ഇയർ 2030. ആൻഡ് ഹിയർ ഈ പറഞ്ഞ ഈ നടന്ന മീറ്റിങ്ങിൽ 193 മെമ്പർ സ്റ്റേറ്റ് യുനാനിമസ്ലി അഡോപ്റ്റഡ് 17 സസ്റ്റൈനബിൾ ഗോൾസ് for the post-2015 development agenda. So ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള 17 ഗോൾസ് ഉണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ 17 ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ട്. സോ നമുക്കത് 1 by 1 ആയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഗോളാണ് നോ പോവർട്ടി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഗോളാണ് നോ പോവർട്ടി, അതായത് എൻഡ് ഓഫ് പോവർട്ടി ഇൻ ഓൾ ഇറ്റ്സ് ഫോം ആൻഡ് എവ്രിവെയർ. പോവർട്ടി ഇല്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഗോൾ. പോവർട്ടി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫസ്റ്റ് ഗോൾ. ആൻഡ് സെക്കൻഡ് ഗോൾ എന്ന് പറഞ്ഞാൽ സീറോ ഹങ്കർ ആണ്. അതായത് വി ഹാവ് ടു എൻഡ് ഹങ്കർ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നോ പോവർട്ടി, ദാറ്റ് മീൻസ് വി ഹാവ് ടു എൻഡ് പോവർട്ടി ഇൻ ഓൾ ഇറ്റ്സ് ഫോം ആൻഡ് എവ്രിവെയർ. We have to end its poverty, or we have to end poverty in all its form and everywhere. And second goal was zero hunger. So here we have to end hunger. We have to end hunger, and we have to achieve food security and improve nutrition. We have to achieve food security as well as we have to improve the nutrition and promote sustainable agriculture. Zero hunger എന്ന് ഉദ്ദേശിക്കുന്നത് we have to end hunger, and we have to achieve food security also, and we have to improve the nutrition. നമ്മൾ ഡെയിലി കഴിക്കുന്ന ഫുഡിൽ we have to improve the nutrition content also, and also we have to promote sustainable agriculture for zero hunger. There should be a mass production of in agriculture also. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സീറോ ഹങ്കർ എന്നുള്ളൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ നോ പോവർട്ടി ആണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സീറോ ഹങ്കർ ആയിരുന്നു സെക്കൻഡ് ഗോൾ. സോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഫസ്റ്റ് വൺ നോ പോവർട്ടി, ദാറ്റ് ഈസ് end poverty in all its form and everywhere. All its form everywhere. Second, zero hunger ആണ്. That is, we have to end hunger
and we have to achieve food security as well as improved nutrition also. Improved nutrition also, and we have to promote sustainable agriculture. And we have to promote sustainable agriculture. Sustainable agriculture. So now we will move on to the next goal, that is third goal. Third goal എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ് ആണ്. Good health and well-being. So we have to achieve good health and well-being for people, and we have to ensure healthy lives and promote well-being for all of its and at all ages. എല്ലാ വയസ്സിലുള്ള ആൾക്കാർക്കും അല്ലെ എല്ലാ മനുഷ്യർക്കും നല്ലൊരു വി ഹാവ് ടു എൻഷുർ ഹെൽത്തി ലൈഫ്സ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം. ആൻഡ് ഓൾ ഷുഡ് ബി ഇൻ എ വെൽബീങ്, ഒരു കംഫർട്ടബിൾ സോണിലായിരിക്കണം ഏത് ഏജിലുള്ള ആൾക്കാരായാലും ശരി. സോ തേർഡ് ഗോളാണ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഫോർത്ത് ഗോൾ ഇസ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ജസ്റ്റ് നോട്ട് ചെയ്തോ, തേർഡ് ഗോൾ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ് ആണ്. ഫോർത്ത് വൺ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ്. So here we have to ensure an equitable equality education and promote lifelong learning opportunity for all. ആ ഒരു എഡ്യൂക്കേഷണൽ പേർപ്പസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ബേസ്ഡ് ഓൺ ജെൻഡർ ഇക്വാലിറ്റി, അത് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് പോകാൻ പാടില്ല, ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി equitable quality education should be promoted for all the people ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. അതൊരു ഏജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എഡ്യൂക്കേഷൻ നിന്ന് പോകാൻ പാടില്ല. ഏത് ഏജിലുള്ള ആൾക്കാരായാലും ശരി, എത്ര ഏജ് വരെ അല്ലെങ്കിൽ നമ്മൾ ലൈഫ് ലോങ് വരെ നമുക്ക് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. സോ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ദറ്റ് ഇസ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റി, ആൻഡ് ഓൾസോ വി ഹാവ് ടു പ്രൊവൈഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇക്വിറ്റബിൾ, അതായത് ഈക്വലി നമുക്ക്, അതായത് ഇക്വാലിറ്റി ഇൻ ദ സെൻസ് നമ്മൾ ഏത് ജെൻഡർ ബേസ്, ഇപ്പോൾ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ഈക്വലി എഡ്യൂക്കേറ്റഡ് ആണ്. ഗേൾസിനും ബോയ്സിനായാലും ശരി, ഏത് ജെൻഡറിലുള്ള ആൾക്കാരായാലും ശരി, അവർക്ക് irrespective of their gender they must be provided with quality education, and irrespective of their age also. ഏത് ഏജിലുള്ള ആൾക്കാരായാലും ശരി, അവരുടെ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണം. അതാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്നത്. And fifth one is gender equality. And gender equality നമ്മൾ ബേസിക്കലി നമുക്ക് ഡിസ്ക്രിമിനേഷൻ വരുന്നത് വുമൺ മെൻ എന്നുള്ളൊരു ഡിസ്ക്രിമിനേഷനാണ്. സോ ഇവിടെ വി ഹാവ് ടു അച്ചീവ് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ ഓൾ വുമൺ ആൻഡ് ഗേൾസ്. എല്ലാ വുമൺ അല്ലെങ്കിൽ എല്ലാ ഗേൾസിനും നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. There must be empowerment of women and girls. There should not be any gender equality or gender discrimination. അതാണ് ഫിഫ്ത്ത് വൺ. ആൻഡ് സിക്സ്ത് വൺ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. സിക്സ്ത് ഗോൾ എന്ന് പറഞ്ഞാൽ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ആണ്. സോ ഹിയർ വി ഹാവ് ടു എൻഷുർ ദ അവൈലബിലിറ്റി ആൻഡ് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് വാട്ടർ. നമ്മൾ എൻഷുർ ചെയ്യേണ്ട കാര്യം ദർ ഇസ് എ അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ആൻഡ് വി ഹാവ് ടു ഓൾസോ എൻഷുർ ദാറ്റ് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് വാട്ടർ. വാട്ടർ അവൈലബിൾ ആയാൽ മാത്രം പോരാ, പക്ഷെ നമ്മൾ പ്രോപ്പർ രീതിയിൽ വാട്ടറിലെ ഒരു സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റും കൂടി നമുക്ക് ആവശ്യമുണ്ട്. ആൻഡ് സാനിറ്റേഷൻ ഓൾസോ, ക്ലീൻ വാട്ടർ ഷുഡ് ബി അവൈലബിൾ ഫോർ ഓൾ. വാട്ടർ കണ്ടാമിനേഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ക്ലീൻ വാട്ടർ ഷുഡ് ബി അവൈലബിൾ ഫോർ ഓൾ, ദാറ്റ് ഇസ് സാനിറ്റേഷൻ വിൽ ബി അവൈലബിൾ ഫോർ ഓൾ. ക്ലീൻ വാട്ടർ, അതായത് കുളിക്കാനും നമ്മൾ ഡെയിലി ഹാബിറ്റാറ്റിന് വേണ്ടിയിട്ടുള്ള വാട്ടർ ഫെസിലിറ്റീസും വേണം, സാനിറ്റേഷൻ ഫെസിലിറ്റിക്കുള്ള വാട്ടറും വേണം, അതേപോലെ തന്നെ നമ്മളെ ഡ്രിങ്കിങ് പർപ്പസിനുള്ള ക്ലീൻ വാട്ടർ വേണം. അതേപോലെ തന്നെ സസ്റ്റൈനബിൾ, ഈ വാട്ടറിൻ്റെ അവൈലബിലിറ്റി മാത്രം പോരാ, അതിന് നമ്മൾ പ്രോപ്പർ രീതിയിൽ സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് വാട്ടർ ഷുഡ് ബി ഓൾസോ ദ. ഈ ഗോൾസിൽ പറഞ്ഞിരിക്കുന്നതാണ് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. നമുക്ക് ഡ്രിങ്കിങ് പർപ്പസിന് ക്ലീൻ വാട്ടർ വേണം, അതേപോലെ സാനിറ്റേഷൻ പർപ്പസിന് ഉള്ള ബേസിക് സാനിറ്റേഷൻ പർപ്പസിനുള്ള വാട്ടർ അവൈലബിലിറ്റി വേണം. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ഈ വാട്ടർ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ കൂടി ആ വാട്ടർ ഫെസിലിറ്റീസിനെ സസ്റ്റൈനബിൾ ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യണം. അതായത് നമ്മൾ വാട്ടർ എന്ന് പറഞ്ഞ റിസോഴ്സസിന് പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് സിസ്റ്റം വേണം. അതാണ് സിക്സ്ത് ഗോൾ, ദാറ്റ് ഇസ് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. And now is seventh goal, that is affordable and clean energy.
Seventh goal is affordable and clean energy. So we have to ensure an access to affordable, reliable and sustainable and modern energy for all. നമുക്ക് ഈ പറഞ്ഞ എനർജി റിസോഴ്സസ് ലൈക്ക് ഇലക്ട്രിസിറ്റി ആകാം, അതൊരു എനർജി റിസോഴ്സാണ്. സോ ഈ പറഞ്ഞ എനർജി റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി അക്സസ് ടു എവ്രി വൺ ഇൻ എൻ അഫോർഡബിൾ പ്രൈസ്. ഇലക്ട്രിസിറ്റി ആയാലും ശരി, അതൊരു റിച്ചോ പുവർ അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് ആയിരിക്കണം. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി റിലയബിൾ ഓൾസോ. ഏത് എക്സ്ട്രീം കണ്ടീഷനിലും നമുക്ക് എത്തിക്കാൻ പറ്റുന്നത്ര റിലയബിൾ ആയിരിക്കണം ഈ പറഞ്ഞ അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മളിപ്പം സിലിണ്ടർ, കുക്കിംഗ് ഗ്യാസ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഫോം ഓഫ് എനർജിയാണ്. സോ ഇറ്റ് മസ്റ്റ് ബി അവൈലബിൾ ടു ഇറ്റ് മസ്റ്റ് ബി ഫസ്റ്റ് ഓഫ് ഓൾ അഫോർഡബിൾ. അത് അഫോർഡബിൾ ആയിരിക്കണം, ഇറ്റ് മസ്റ്റ് ബി റിലയബിൾ ആയിരിക്കണം, ആൻഡ് ഇറ്റ് മസ്റ്റ് ബി സസ്റ്റൈനബിളും ആയിരിക്കണം. ഒരു എനർജി സസ്റ്റൈനബിൾ എനർജി ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി മോഡേൺ എനർജി ഫോർ ഓൾ. ലേറ്റസ്റ്റ് ഏത് ടെക്നോളജി ആണോ, ലേറ്റസ്റ്റ് ഏത് എനർജി ടെക്നോളജി ആയിരിക്കണം, ഇറ്റ് ഷുഡ് ബി മോഡേൺ എനർജി ഫോർ ഓൾ ഓൾസോ. സോ അഫോർഡബിൾ ക്ലീൻ ആൻഡ് എനർജി ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന എനർജി സോഴ്സസ് ഇറ്റ് ഷുഡ് ബി അഫോർഡബിൾ, റിലയബിൾ, സസ്റ്റൈനബിൾ ആൻഡ് മോഡേൺ എനർജി ഫോർ ഓൾ. ഇനി നെക്സ്റ്റ് 8th ഗോളാണ് ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കോണമിക് ഗ്രോത്ത്. Decent work and economic growth. So here we have to promote sustained, inclusive and sustainable economic growth. നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യേണ്ടത് ഒരു സസ്റ്റെയിൻ ആയിട്ടുള്ള, ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ എക്കോണമിക് ഗ്രോത്ത് നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യണം. ആൻഡ് ദർ മസ്റ്റ് ബി ഫുൾ ആൻഡ് പ്രൊട്ടക്റ്റീവ് എംപ്ലോയ്മെൻറ്റ് ഓൾസോ. അതായത് ഒരു ഗ്രോത്ത്, എക്കോണമിക് ഗ്രോത്ത് ഉണ്ടാവണേൽ നമ്മളൊരു പ്രൊട്ടക്റ്റീവ് എംപ്ലോയ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു എംപ്ലോയ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ആൻഡ് ദാറ്റ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ ഡീസൻറ്റ് വർക്ക് ഫോർ ഓൾ. അതൊരു ഡീസൻറ്റ് വർക്ക് ആയിരിക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കോണമിക് ഗ്രോത്തിൽ നമ്മളൊരു വി ഹാവ് ടു പ്രൊമോട്ട് ഒരു സസ്റ്റെയിൻഡ് അല്ലെങ്കിൽ ഇൻക്ലൂസീവ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എക്കോണമിക് ഗ്രോത്ത് ആണ് നമ്മൾ ഈ ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കോണമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞ ഗോളിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് വി ഹാവ് ടു പ്രൊമോട്ട് സസ്റ്റെയിൻഡ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എക്കോണമിക് ഗ്രോത്ത് ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. സോ ഈ സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒരു എക്കോണമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്തതിനനുസരിച്ചിട്ട് അതിന് വേണ്ടി എന്ത് വേണം, ഒരു ഫുൾ ആൻഡ് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് സിസ്റ്റം വേണം. സോ ഈ ഫുൾ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഉണ്ടെങ്കിൽ കൂടി ആ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഡീസൻറ്റ് വർക്ക് ഫോർ ഓൾ ദ പീപ്പിൾ, all the employer. That is, this goal should provide decent work for all employer, and by all this we can experience or we can have the economic growth. That is our 8th goal, decent work and economic growth എന്നുള്ളത്. In 9th goal, that is industry, innovation and infrastructure. 9th goal is industry, innovation and infrastructure. സോ ഇതിൽ ഇതേപോലെ തന്നെ നമുക്കൊരു ഇൻഫ്രാസ്ട്രക്ചർ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യണം. ആൻഡ് വി മസ്റ്റ് പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഇൻഡസ്ട്രിയലൈസേഷൻ. ഈ ഇൻഡസ്ട്രിയലൈസേഷൻ കാരണം നമ്മൾ സസ്റ്റൈനബിലിറ്റി നഷ്ടപ്പെടാൻ പാടില്ല. സോ സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയലൈസേഷൻ ആവണം. ആൻഡ് ദർ ഷുഡ് ബി ഫാസ്റ്റർ ഇന്നോവേഷൻസ് ഓൾസോ. ഫാസ്റ്റർ ഇന്നോവേഷൻസും ഇതിനകത്ത് ഉണ്ടാകും. അതായത് നമ്മളൊരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യണം. ഈ 9th ഗോളിൽ നമ്മൾ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യണം. പിന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷനാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. പിന്നെ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ഫാസ്റ്റ്. ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഇന്നോവേഷൻസ്, കണ്ടുപിടുത്തങ്ങളുടെ ആവശ്യമുണ്ട് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി. ആൻഡ് 10th വണ്ണാണ് റെഡ്യൂസിങ് ഇനീക്വാലിറ്റി. സോ വി ഹാവ് ടു റെഡ്യൂസ് ഇനീക്വാലിറ്റി വിത്തിൻ ആൻഡ് എമംഗ് ദ കൺട്രീസ്. ജെൻഡർ ഇനീക്വാലിറ്റി അല്ല പറയുന്നത്. ഇത് ഈ 10th ഗോൾ എന്ന് പറയുന്നത് ബിറ്റ്വീൻ കൺട്രീസും ആൻഡ് വിത്തിൻ ദ കൺട്രീസ്. ഈ കൺട്രീസ് തമ്മിൽ തന്നെ ഒരു സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ സ്റ്റേറ്റ് തമ്മിലുള്ള ഒരു ഇനീക്വാലിറ്റി റെഡ്യൂസ് ചെയ്യണം. ഇപ്പോൾ ഒരു വേൾഡ് എടുക്കുകയാണെങ്കിൽ വേൾഡിലെ കൺട്രീസ് തമ്മിലൊരു ഇനീക്വാലിറ്റി റെഡ്യൂസ് ചെയ്യണം. അതാണ് റെഡ്യൂസ്ഡ് ഇനീക്വാലിറ്റീസ് എന്ന് പറയുന്നത്. 11th one, sustainable cities and communities. 11th one, sustainable cities and communities. So
we have to make cities and human settlement inclusive, safe and sustainable. സോ ഈ സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ സിറ്റീസിൽ അല്ലെങ്കിൽ നമ്മളെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സേഫും ആൻഡ് സസ്റ്റൈനബിളും ആയ രീതിയിൽ കൊണ്ടുപോകണം. ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ സിറ്റീസ് അതൊരു സസ്റ്റൈനബിൾ എന്നുള്ള രീതിയിലും അതൊരു സേഫ് എന്നുള്ള രീതിയിലും നമ്മൾ അച്ചീവ് ചെയ്യാൻ പറ്റണം, സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റണം. അതാണ് 11th വൺ, ദറ്റ് ഇസ് സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. ഈ കമ്മ്യൂണിറ്റീസ് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് ആണ്. ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് ആണ് ഈ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ആണ് റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഗോളാണ്, ഗോൾ നമ്പർ 12 ആണ് റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ. സോ ഈ ഒരു ഗോൾ എന്ന് ഉദ്ദേശിക്കുന്നത് വി ഹാവ് ടു എൻഷുർ സസ്റ്റൈനബിൾ കൺസപ്ഷൻ പ്രൊഡക്ഷൻ പാറ്റേൺ. നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. നമ്മളെ കൺസപ്ഷനും നമ്മളെ പ്രൊഡക്ഷനൊക്കെ അതിൻ്റെ മുകളിലൊക്കെ നമുക്കൊരു ധാരണ വേണം. വി ഷുഡ് ബി റെസ്പോൺസിബിൾ വൈൽ കൺസ്യൂമിങ് ദ റിസോഴ്സസ് ഓർ വൈൽ മേക്കിംഗ് ദ പ്രൊഡക്ട്സ്. വി മസ്റ്റ് ബി റെസ്പോൺസിബിൾ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വി മസ്റ്റ് എൻഷുർ സസ്റ്റൈനബിലിറ്റി. അതായത് സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു കൺസപ്ഷനും അതിലെ പ്രൊഡക്ഷൻ പാറ്റേണുമാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. That is responsible consumption and production. That is, we have to ensure sustainable consumption. സസ്റ്റൈനബിൾ രീതിയിൽ നമ്മൾ കൺസ്യൂം ചെയ്യണം. നമ്മൾ ഫുഡ് ആയിക്കോട്ടെ എന്തെന്നായിക്കോട്ടെ സസ്റ്റൈനബിൾ കൺസപ്ഷൻ ഉണ്ടാവണം ഓഫ് റിസോഴ്സസ്. ആൻഡ് വി മസ്റ്റ് അഡോപ്റ്റ് എ പ്രൊഡക്ഷൻ പാറ്റേൺ ദാറ്റ് ഇസ് ഓൾസോ ബീൻ സസ്റ്റൈനബിൾ. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ പാറ്റേണും കൂടി നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. അതാണ് ഈ 12th ഗോൾ, ദാറ്റ് ഇസ് റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ. 13th ഗോളാണ് ക്ലൈമറ്റ് ചേഞ്ച്. സോ ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് വി ഹാവ് ടു ഇനി എന്തെങ്കിലും ഒരു അർജൻറ്റ് ആക്ഷൻസ് നമ്മൾ എടുക്കണം. എന്തെങ്കിലും ഒരു അർജൻറ്റ് ആക്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടെങ്കിൽ അതിനെതിരെ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ വി ഹാവ് ടു ടേക്ക് അർജൻറ്റ് ആക്ഷൻ. വി ഹാവ് ടു ടേക്ക് അർജൻറ്റ് ആക്ഷൻ ടു കോമ്പാറ്റ് ദ ക്ലൈമറ്റ് ചേഞ്ചസ്. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ കോമ്പാക്ട് ചെയ്യാൻ വി ഹാവ് ടു ടേക്ക് ദ അർജൻറ്റ് ആക്ഷൻസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ്. ക്ലൈമറ്റ് ചേഞ്ചും ആ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇമ്പാക്ട്സ് കാരണം ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇമ്പാക്റ്റിനെ കോമ്പാക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ടേക്ക് അർജൻറ്റ് ആക്ഷൻസ്. ലൈക്ക് കുറേ അഗ്രിമെൻറ്റ്സ് നമ്മൾ പറയുന്നുണ്ട്, പൊല്യൂഷൻ കൺട്രോൾ, അങ്ങനെ കുറേ അഗ്രിമെൻറ്റ്സ് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനത്തെ കുറേ അർജൻറ്റ് ആക്ഷൻസ് നമ്മൾ എടുക്കണം ഈ പറഞ്ഞ ക്ലൈമറ്റ് ചേഞ്ചും അതിൻ്റെ ഇമ്പാക്ട്സിൻ്റെ അടുത്തുനിന്ന് കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഈ 13th ഗോൾ, ദാറ്റ് ഇസ് ക്ലൈമറ്റ് ആക്ഷൻ. ആൻഡ് 14th goal is life below water. 14th ഗോളാണ് ലൈഫ് ബിലോ വാട്ടർ എന്നുള്ളത്. സോ ഈ ലൈഫ് ബിലോ വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസേർവ് ചെയ്യണം. അതായത് ഓഷൻ ആയിക്കോട്ടെ, സീ ആയിക്കോട്ടെ, മെറൈൻ റിസോഴ്സസ് ആയിക്കോട്ടെ, ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വേണ്ടി ഈ ഓഷൻസും സീസും അല്ലെങ്കിൽ മറൈൻ റിസോഴ്സസ് ഒക്കെ നമ്മൾ കൺസേർവ് ചെയ്യണം. ഓൾസോ നമ്മളിപ്പോൾ ഓഷൻ റിസോഴ്സസ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ അല്ലെങ്കിൽ സീ റിസോഴ്സസിൽ മെറൈൻ റിസോഴ്സസ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിളി നമ്മൾ യൂസ് ചെയ്യണം. സസ്റ്റൈനബിലിറ്റി ഉള്ളൊരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഈ പറഞ്ഞ ലൈഫ് ബിലോ വാട്ടർ, അതായത് ഇപ്പം ഓഷൻസ് ആയിക്കോട്ടെ, സീസ് ആയിക്കോട്ടെ, മെറൈൻ റിസോഴ്സസ് ആയിക്കോട്ടെ, അതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ കൺസേർവ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിനെ കൺസേർവ് ചെയ്യണം. കൺസർവേഷനാണ് ഫസ്റ്റ് ഗോളിലെ ആ ഒരു ഫസ്റ്റ് പോയിന്റ്. ഈ ഒരു ലൈഫ് ബിലോ വാട്ടറിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് കൺസർവേഷൻ. ഈ കൺസർവേഷനെ കൂടെ കൺസേർവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഉള്ള അഡ്വാൻറ്റേജസും എടുക്കാം. അതായത് നമുക്ക് ആ മെറൈൻ റിസോഴ്സസും എടുക്കാം, അല്ലെങ്കിൽ ഓഷൻ അല്ലെങ്കിൽ സീ റിസോഴ്സസും എടുക്കാം. നമ്മളിപ്പോൾ ഫിഷ് ഒരു നമുക്ക് സീന്നോ അല്ലെങ്കിൽ ഓഷനോ കിട്ടുന്ന ഒരു സാധനം തന്നെ ഈ ഫിഷ്. ഇത് നമുക്കൊരു ഫുഡിൻ്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് കൺസ്യൂം ചെയ്യാം. സോ നമ്മളത് സസ്റ്റൈനബിളി യൂസ് ചെയ്യണം. ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി വി ഹാവ് ടു യൂസ് സസ്റ്റൈനബിളി. സോ നെക്സ്റ്റ് ഗോൾ ഈസ് ലൈഫ് ഓൺ ലാൻഡ്. That is 15th goal is life on land. So ഈ ലൈഫ് ഓൺ ലാൻഡിൽ we have to protect, restore and promote sustainable use of terrestrial ecosystem.
നമ്മൾ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതേപോലെ റീസ്റ്റോർ ചെയ്യണം. ആൻഡ് വി ഹാവ് ടു ഓൾസോ പ്രൊമോട്ട് അല്ലെ അഡോപ്റ്റ് സസ്റ്റൈനബിൾ യൂസ് ഓഫ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൻ്റെ സസ്റ്റൈനബിൾ യൂസ് ആണോ എന്നുള്ളതും നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അതായത് സസ്റ്റൈനബിളി യൂസ് ചെയ്യുക എന്നുള്ള ഒരു അജണ്ട നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ആൻഡ് സസ്റ്റൈനബിളി വി ഹാവ് ടു മാനേജ് ദ ഫോറസ്റ്റ് ആൻഡ് വി ഹാവ് ടു കോമ്പാക്ട് അവോയ്ഡ് അല്ലെങ്കിൽ ഡെസർട്ടിഫിക്കേഷൻ. ഫോറസ്റ്റ് മാനേജ് ചെയ്യുമ്പോൾ സസ്റ്റൈനബിലിറ്റിൻ്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ബേസിൽ ഫോറസ്റ്റ് സസ്റ്റൈനബിളി മാനേജ് ചെയ്യണം. ആൻഡ് വി ഹാവ് ടു കോമ്പാക്ട് ഡെസർട്ടിഫിക്കേഷൻ. ആൻഡ് we have to reserve land degradation also. We have to reduce land degradation നമുക്ക് reduce ചെയ്യണം. And half biodiversity loss also. അതായത് ലാൻഡ് ഡീഗ്രഡേഷനും അതേപോലെ ബയോഡൈവേഴ്സിറ്റി ലോസ് ഒക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്യണം. ബയോഡൈവേഴ്സിറ്റി ലോസ് ഒക്കെ റെഡ്യൂസ് ചെയ്യണം. അതായത് 15th ഗോളാണ് ലൈഫ് ഓൺ ലാൻഡ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ലാൻഡിലുള്ള ഓരോ ജീവവസ്തുക്കളെയും നമ്മൾ സസ്റ്റൈനബിലിറ്റി കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യണം. പ്രൊട്ടക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യണം. എന്താ പ്രൊമോട്ട് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ ഈ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിനെല്ലാം നമ്മൾ സസ്റ്റൈനബിളി ആണ് യൂസ് ചെയ്യുക എന്നുള്ളൊരു അജണ്ട നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ദാറ്റ് ഈസ് വി ഹാവ് ടു പ്രൊട്ടക്റ്റ്, റീസ്റ്റോർ and promote sustainable use of terrestrial ecosystem. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൻ്റെ എല്ലാ എക്കോസിസ്റ്റത്തിലുള്ള എല്ലാ കോമ്പോണൻസിനെയും അല്ലെങ്കിൽ എല്ലാ പാർട്ടിനെയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും, റീസ്റ്റോർ ചെയ്യും, അതേപോലെ തന്നെ സസ്റ്റൈനബിളി യൂസ് ചെയ്യും. ആൻഡ് വി ഓൾസോ മാനേജ് ഫോറസ്റ്റ് സസ്റ്റൈനബിളി. നമ്മൾ സസ്റ്റൈനബിളി ഫോറസ്റ്റിനൊക്കെ മാനേജ് ചെയ്യും. ആൻഡ് വി ഓൾസോ കോമ്പാക്ട് ഡെസർട്ടിഫിക്കേഷൻ. And we will reserve or we will avoid land degradation. And we will also reduce biodiversity loss also. Adana 15th goal, that is life on land. Any 16th goal ആണ്, that is peace, justice and strong institution. Peace, justice and strong institution. So here നമ്മളൊരു പീസ്ഫുൾ സൊസൈറ്റി നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഇവിടെ ഒരു പീസ് ഉണ്ടാവണം, അതേപോലെ ജസ്റ്റിസ് ഉണ്ടാവണം. നമ്മൾ കുറച്ച് ലോസ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്, എല്ലാവർക്കും ഒരേ നീതി കിട്ടണം. ആൻഡ് ദർ മസ്റ്റ് ബി സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഗവൺമെൻറ്, നമ്മളെ ലോസ് തന്നെയാണ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മളുടെ നിയമങ്ങളാണ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി അവിടെ എന്തൊക്കെ വേണം? വി ഹാവ് ടു പ്രൊമോട്ട് പീസ്ഫുൾ ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, പ്രൊവൈഡ് ജസ്റ്റിസ് or provide access to justice for all and build effective, accountable and inclusive institution at all the level. പോലീസ് ആയിക്കോട്ടെ, നമ്മളൊരു പീസ് ലൈഫിന് നമ്മൾ എന്തൊക്കെ വേണം അതൊക്കെ ചെയ്യണം. That is, we have to provide or promote peaceful and inclusive society. Peaceful or inclusive society for sustainable development. And justice must be accessible to all. എല്ലാ ആൾക്കാർക്കും ഈക്വൽ ആയിട്ടുള്ള ജസ്റ്റിസ് കിട്ടണം. അത് ഏത് ലിവിങ് ബീങ്സ് ആയിക്കോട്ടെ, ജസ്റ്റിസ് മസ്റ്റ് ബി അവൈലബിൾ ടു ഓൾ എഫക്റ്റീവ്ലി. ആൻഡ് ദർ മസ്റ്റ് ബി ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ടാവണം. ഈ പറഞ്ഞ പീസിലെ ജസ്റ്റിസ് എല്ലാവർക്കും പ്രോപ്പറായിട്ട് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് കോടതിയുണ്ട്, കോർട്ടുണ്ട്, അതേപോലെ പോലീസ് ഉണ്ട്. സോ there must be inclusive institution at all level also. That is 16th goal, that is peace, justice and strong institution. And last goal ആണ് partnership for the goals. Last goal ആണ് partnership for the goals. So in order to strengthen the means of implementation, the global partnership for sustainable development is important. നമ്മൾ ഈ ഒരു മെഷറിൻ്റെ അല്ലെങ്കിൽ ഒരു ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി, നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഗോൾസൊക്കെ സ്ട്രെങ്തൻ ചെയ്യുക അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഒരു ഗ്ലോബലി നമുക്കൊരു സഹകരണം വേണം. അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് വേണം. ഗ്ലോബലി ദർ മസ്റ്റ് ബി പാർട്ട്ണർഷിപ്പ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്.
ഗ്ലോബലി നമുക്കൊരു പാർട്ട്ണർഷിപ്പ് വേണം. ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഈ പറഞ്ഞ ഗോൾസൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗോൾസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നമുക്ക് ഗ്ലോബലി നമുക്ക് ആവശ്യമുണ്ട്, സഹായങ്ങൾ ആവശ്യമുണ്ട്. വിത്തിൻ countries there must be sustainable development, or there must be global partnership within countries, or globally there must be sustainable development എന്ന് നമുക്ക് പറയാം. സോ ഇത്രയാണ് ഈ പറഞ്ഞ 17 ഗോൾസ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത 17 ഗോൾസ് ആണ് ഈ കാണിച്ചിരിക്കുന്ന പോയിന്റ്സ് ആയിട്ട്. ഫസ്റ്റ് വൺ ആണ് നോ പോവർട്ടി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ സീറോ ഹങ്കർ ആണ്. തേർഡ് വൺ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീൻ ആണ്. ഫോർത്ത് വൺ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഫിഫ്ത്ത് വൺ ജെൻഡർ ഇക്വാലിറ്റി. സിക്സ്ത് വൺ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. സെവൻത്ത് വൺ അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. എയ്ത്ത് വൺ ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കോണമിക് ഗ്രോത്ത്. Ninth one, climate action. 10th, industry, innovation and infrastructure. 11th one, reduced inequality. 12th one, sustainable cities and communities. 13th one, responsible consumption and production. 14th one, life below water. 15th one, life on land. 16th, peace and justice, strong institution. 17th one is partnership to achieve the goal. So ഇത് ആരാ പറയാ? ഫസ്റ്റ് ഗോൾ ഓരോ ആൾക്കാരായിട്ട് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തോ. അനുഗ്രഹ്. ഫസ്റ്റ് ഗോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നോ പോവർട്ടി. പോവർട്ടി കുറക്കുക. എങ്ങനെയൊക്കെ കുറക്കുക എന്നാണ്? ഓക്കെ. സെക്കൻഡ് ഗോൾ എന്നാ? സീറോ ഹങ്കർ. അനുഗ്രഹം ഒന്ന് മ്യൂട്ട് ചെയ്തോ, വേറെ ആരെങ്കിലും പറഞ്ഞാൽ മതി. അനശ്വർ. സെക്കൻഡ് ഗോൾ എന്നാ? സീറോ ഹങ്കർ. അതെന്താ ഉദ്ദേശിക്കുന്നത്? പോപ്പുലേഷന്റെ ഒരു നല്ലൊരു ഭാഗത്തോളം ആൾക്കാർക്കും ഫുഡ് കൊടുത്തിട്ട്, അതായത് പട്ടിണി മാക്സിമം എൻഡ് ചെയ്യണം എന്നുള്ളതാണ് സെക്കൻഡ് ഗോൾ. ഓക്കെ. ഇനി നദ പറഞ്ഞോ. നദ, ഇതിൽ ഏതെങ്കിലും ഒരു ഗോൾ എക്സ്പ്ലെയിൻ ചെയ്തോ. നദ, എനിക്ക് ഇതിൽ ഏതെങ്കിലും പറഞ്ഞ ഒരു ഗോൾ എക്സ്പ്ലെയിൻ ചെയ്തോ. 1 to 17. ഫസ്റ്റ് 2 ഗോൾ വേണ്ട, അതിൽ ബാക്കി ഏതെങ്കിലും ഗോൾസ് എക്സ്പ്ലെയിൻ ചെയ്യും. ഏതെങ്കിലും ഒന്ന്. എങ്ങനെ? ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ഗോൾ നമ്പർ പറ, എന്നിട്ട് പറ. ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്താ? ഗോൾ നമ്പർ 4 പറ. ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്താ? നദ. എല്ലാവർക്കും നീഹ പറഞ്ഞേ. നീഹ ഷിറിൻ. നീഹ പ്രസന്റ് ആണോ? നീഹ. ഓക്കെ. പ്രണവ്. ഇതിൽ ഏതെങ്കിലും ഒരു ഗോൾ എക്സ്പ്ലെയിൻ ചെയ്തേ. നിനക്ക് ഇഷ്ടമുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു.
അല്ലെ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഗോൾ നമ്പർ 6. അതില് നമ്മള് വാട്ടർ എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യണം. വാട്ടർ സസ്റ്റൈനബിൾ രീതിയിൽ മാനേജ് ചെയ്യണം, കൺസർവ് ചെയ്യണം, ഇത് ക്ലീൻ ആയിരിക്കണം, ഓക്കെ എല്ലാവർക്കും സാനിറ്റേഷൻ ഫെസിലിറ്റി ഒക്കെ വേണം. ഓക്കെ ഗുഡ്. പ്രണവ് ഇനി മ്യൂട്ട് ചെയ്ത്. ഓക്കെ. ഇനി നിഖിൽ ഇതിൽ പീസ് ഗോൾ നമ്പർ 16 പീസ് ആൻഡ് ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. എല്ലാവർക്കും ശാന്തി കിട്ടണം. അതിനു വേണ്ടി ജസ്റ്റിസ് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കിട്ടണം. അതേപോലെ തന്നെ ലാസ്റ്റ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉദ്ദേശിക്കുന്ന ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. എന്തായാലും നിങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ പോയിന്റ്സ് അല്ലേ നിങ്ങളുടെ ബുക്കിൽ ഉണ്ടായിരിക്കണം വിത്ത് എക്സ്പ്ലനേഷൻ. ഈ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് വിത്ത് എക്സ്പ്ലനേഷൻ നോട്ടിൽ ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ മുന്നേ പഠിച്ച MDG, അതായത് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്, ഒരു 8 ഗോൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിൽ ഒരു 8 ഗോൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ SDG എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, ഇതിൽ 17 ഗോൾസ് പഠിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കമ്പാരിസൺ പോലെ ഡെവലപ്മെന്റ് ഗോൾസ് എന്നിട്ട് കാണിച്ചിട്ടുണ്ട്. സോ ഈ MDG സൈൻ ചെയ്തത് സെപ്റ്റംബർ 2000 MDG സൈൻ ചെയ്തത്. MDG സൈൻ ചെയ്തത് സെപ്റ്റംബർ 2000 ആൻഡ് ഇത് സൈൻ ചെയ്തത് 191 UN മെമ്പർ സ്റ്റേറ്റ്സ് ആണ് സൈൻ ചെയ്തത്. ഇതിൽ 8 ഗോൾസ് ഉണ്ട് ഈ MDGയിൽ. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആണ്, MGD എന്നായിപ്പോയതാണ്. സോ MDGയിൽ ഇറ്റ് കണ്ടെയ്ൻസ് 8 ഗോൾസ്. All the nation agreed to achieve this goal by 2015. By 2015 ഇത് അച്ചീവ് ചെയ്യാന്നുള്ളൊരു കണ്ടീഷനിലേക്ക് എല്ലാ നേഷനും അഗ്രി ചെയ്തു. ആൻഡ് ദ വേൾഡ് ലീഡേഴ്സ് agreed to combat poverty, hunger, disease, illiteracy and environment degradation. And SDG എന്ന് പറയുന്നത് ഇറ്റ്സ് എ ന്യൂ സെറ്റ് ഓഫ് ടാർഗറ്റ്. ഇത് ന്യൂ സെറ്റ് ഓഫ് ടാർഗറ്റ് ആണ് ആൻഡ് വാസ് ഡെവലപ്ഡ് അറ്റ് ദ Rio+20 കോൺഫറൻസ്. Rio+20 കോൺഫറൻസിലായിരുന്നു യുണൈറ്റഡ് നേഷനിൽ സെപ്റ്റംബറിലായിരുന്നു നടന്നിട്ടുണ്ടായത്. ആൻഡ് ഹെൽഡ് ഇൻ Rio de Janeiro in June 2012. ഇത് യുണൈറ്റഡ് നേഷൻസ് ഈ സൈൻ ചെയ്തത് 2015 പറഞ്ഞിട്ടുണ്ടായി. ഈ അഗ്രിമെന്റ് സൈൻ ചെയ്തത് 2015 സെപ്റ്റംബർ 2015. പക്ഷേ ഈ ഒരു ഗോളിന്റെ ഐഡിയ വന്നത് ഈ Rio+20 കോൺഫറൻസ് എന്നുള്ള ഈ കോൺഫറൻസിലാണ് ഈ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് വന്നത് ഇൻ ദ ഇയർ 2012. ഇത് സൈൻ ചെയ്തത് 2015. അതേപോലെ തന്നെ ഇതിന്റെ ടാർഗറ്റ് ചെയ്യുന്നത് 2030 ആണ്. ആൻഡ് ദിസ് MDG contains 17 goals. Millennium Goals for Development അല്ലെങ്കിൽ Millennium Development Goals contain 17 goals. So SDG focus on improving the sustainability of nation state ആണ്. നമ്മൾ ഈ SDG ഇവിടെ Millennium Development Goals അല്ല, ഇവിടെ Sustainable Development Goals ആണ്. Sustainable Development Goals എന്ന് പറഞ്ഞാൽ 17 ഗോൾസ് ഉണ്ട്. അതേപോലെ തന്നെ SDG എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ ഇംപ്രൂവിങ് ദ സസ്റ്റൈനബിലിറ്റി ഓഫ് നേഷൻ സ്റ്റേറ്റ്. ഫോക്കസ് ഓൺ ഇംപ്രൂവിങ് ദ സസ്റ്റൈനബിലിറ്റി ഓഫ് നേഷൻ സ്റ്റേറ്റ് ആണ്. പക്ഷേ ഈ MDG എന്ന് പറഞ്ഞാൽ അതിൽ ഒരു പെർട്ടിക്കുലർ 7 ഗോൾസ് ആണ്. പക്ഷെ ഇതൊരു ഓവറോൾ സസ്റ്റൈനബിലിറ്റി ആണ് നമ്മൾ ഈ SDGനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ദാറ്റ് ബിൽഡ് ഓൺ ദ സക്സസ് ഓഫ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. സോ ഈ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിലെ ഈ 7 ഗോൾസും ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിലുണ്ട്. ടോട്ടൽ 17 ഗോൾസാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഉള്ളത്. സോ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എങ്ങനെയാണ് ബിൽഡ് ചെയ്തതെന്ന് വെച്ചാൽ ഈ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് അച്ചീവ് ചെയ്ത ഈ 17 ഗോൾസിനകത്ത് 7 ഗോൾസ് ഓൾറെഡി അച്ചീവ് ചെയ്തു എന്നുള്ളതാണ്. ഒരു ബിൽഡിംഗ് സ്റ്റോൺ അല്ലെങ്കിൽ മൈൽ സ്റ്റോൺ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ MDG തന്നെയാണ്. അതായത് SDGന്റെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് വർക്ക് ചെയ്യുന്നത്
ഈ MDG തന്നെയാണ്, ദാറ്റ് ഇസ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ തന്നെയാണ്. സോ ഇത്രയാണ് ഒരു ഡിഫറൻസ്. ഒരു MDG എന്ന് പറയുന്നത് ആ ഇയറും 8 ഗോൾസ് ഓർത്ത് വെക്കുക, ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇയറും പിന്നെ അതേപോലെ തന്നെ അത് ടാർഗറ്റ് ഇയറും ഓർത്ത് വെക്കുക. ആൻഡ് SDG അതേപോലെ തന്നെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇയറും അതേപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിലേക്ക് സൈൻ ചെയ്ത ഇയറും അതിൻ്റെ ടാർഗറ്റ് ഇയറും കൂടി ഓർത്ത് വെക്കുക. പിന്നെ ഇത് 17 ഗോൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഓവറോൾ നേഷൻ്റെ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗോൾസാണ് എന്ന് പറയാം. അതേപോലെ തന്നെ ഈ MDG എന്ന് പറയുന്നത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഗോൾസാണ്. സോ ഇത്രയും കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞു.